ഞാൻ ഹൈമാവതി കൃഷി വിഭവ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ എടുത്തിട്ടുണ്ട് ചേമ്പിന് മരുന്ന് എടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ ചാക്കിലൊരു ചേമ്പ് നടക്കും. അതിന് ഇപ്പോൾ ലേശം പൊടിച്ച് വന്നു. ഇനിയിപ്പോൾ അതിന് ഒരു വളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ കൊടുക്കുന്ന വളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് വാഴച്ചപ്പ് ഇത് വേണ്ട, ഇത് കുറച്ച് പറിച്ച് വെക്കുക, ഇത് ചുറ്റും വെക്കുക. ഈ അടക്കാത്തോട് ഇട്ടായിരുന്നു അതിൻ്റെ മേലെ ഇങ്ങനെ ഇത് കുറച്ച് ചാക്ക് മടക്കി വെച്ചിട്ടാണ് ഉള്ളത്. ആ സമയത്ത് ചാക്ക് മടക്കി വെച്ചത്. ഇനിയിപ്പോൾ ചാക്ക് കുറേശ്ശെ വളം ചേർക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ഇടണം. പിന്നെ ഇത് വാഴച്ചപ്പാണ്. ഇത് കുറച്ച് ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് വളവും കൂടി വാരിയിടുക. എന്നിട്ട് പിന്നെ അന്നേരം നമ്മൾ കുറച്ച് ചാക്ക് കടിയിലേക്ക് മടക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ചാക്ക് നീർക്കണം. ഇതും കൂടി ഇട്ടിട്ട് അടിങ്ങനെ ഇട്ട് വെക്കുക. ഇത് നല്ല വളമാണ്. ഇതിപ്പം നമുക്ക് ഇതിങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് വളം ഇടുക. ഇതാ ഞാനിവിടെ വളം കൂടിയാക്കി വെച്ചിട്ടുണ്ട്. വളം നോക്കി ഞാൻ കാണിച്ചു തരാം. ഉണ്ടാ ആ വളം വാരി ഇടാനാണ് ഇത് കണ്ടില്ലേ. ഇത് ഇവിടെ ഇതിൽ കുറച്ച് വളം വാരി ഇട്ടേ. ഇത് കുറച്ച് വാരിയിട്ട് ഇതിനകത്തിടാം. എന്താ നല്ല പൊടിവളം, എന്താ നല്ല പൊടിവളം. ഇത് കുറച്ച് വാരി അതിലിടാം. എന്നാൽ ആ വളം അങ്ങ് അമിഞ്ഞോളും. ഈ കുക്കർ ചപ്പിൻ്റെ മേലെ ഇട്ടാൽ നല്ലോണം ഉഷാറായിക്കോളൂ. എന്താ എനിക്കിപ്പോൾ പേടിയുണ്ട്. ഇതിപ്പം പന്നി വെച്ചപ്പോന്നറിയില്ല. ഞാൻ ഇട്ടപ്പുറത്ത് വന്ന ചേമ്പ് 2 ചേമ്പ് വേനട് അവർ പറിച്ച് കൊണ്ടുപോയി. ഇനി ഇതിപ്പോൾ എന്താ ആക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കപ്പയായാലും ഏതായാലും ഇതൊന്നാ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനാവില്ല. അതുകൊണ്ട് എന്നാലും ഞാൻ പണി എടുത്തു നോക്കാം. നമുക്കിപ്പോൾ അത്രയല്ലേ പറയാൻ കഴിയൂ. ആരും പിന്നെ നമ്മളിപ്പോൾ ഇത് കിട്ടുന്ന വെച്ചിട്ടൊന്നും പണിയെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലേശം വളമിട്ട് കൊടുത്ത് കുറച്ച് ഇതിൻ്റെ മേലെ ഇതിനടുത്ത് നട്ട് കുറച്ച് അടക്കാത്തോട് വാരിയിട്ട് ഇതിൻ്റെ മേലെ. ഇപ്പോൾ അത് അതിൻ്റെ മേലെ ഉണ്ട്. കുറച്ച് ഇതിൻ്റെ മേലെ ഇതും കൂടി ഇട്ടിട്ട് എന്താ ഇനി എന്താ ഇതും കൂടി ഇട്ടിട്ട് വെച്ചിട്ട് കുറച്ച് ചപ്പും കൂടി വാരിയിടാം. കുറച്ച് ഇത് വാരിയിട്ടെ അതിൻ്റെ മേലെ ഇട്ടേ. ഇത് കുറച്ച് കരിയിലും വാരിയിടണം. കുറച്ച് ഇത് നല്ലോണം അങ്ങിയുണ്ടേ. ഇത് മൂട് മുങ്ങാൻ മാത്രം വരണ്ടേ. ചാക്കിൽ എങ്ങനെയാലും നമ്മൾ നട്ട് കഴിയുമ്പോഴേക്ക് അങ്ങ് മേലോളെത്തും. അരച്ചാക്കിൽ മേലെ ആവും. ഇപ്പം തന്നെ അരച്ചാക്കായി. എന്നാലേ നമുക്ക് അനുഭവം കിട്ടുമല്ലോ. ചേമ്പ് നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പയായാലും നല്ലോണം വളം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കരിയിലില്ല. കരിയിലെ വാർപ്പിൻ്റെ മേലെ നരച്ചു വരി കൊടുത്ത പൊടി അടക്കമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പായൽ പൊടിയില്ലേ വാർപ്പിൻ്റെ മേലെയുള്ള ആ പൊടിയും അത് നല്ലതാണ്. നല്ല പൊടിയാണ്. ഞാനിതില്ല പൊടി അടക്കാണ്. അതുകൊണ്ട് അത് നല്ലതാണ്. നല്ല വളം പോലെയുണ്ട്. ചപ്പും ഈ പൊടിയും വേണ്ട. ഇതെല്ലാം കൂടി ഇതിലേക്കൂടി ഇങ്ങനെ ഇടാൻ പറ്റും. ഇല്ല ഇപ്പോൾ ഇതിനെക്കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഇല്ല ഇപ്പം ഇങ്ങനെ ഇട്ട് വിട്ടു. ഇതിങ്ങനെ ഇടുക. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വളം പ്രയോഗിക്കലായില്ലേ, നല്ല വളമില്ലേ. ഇപ്പം എന്ന് വെച്ചാൽ നമുക്കൊരു വിഷമമില്ല. ഇതിൻ്റെ മേലെ അങ്ങ് ഇനും വളം ഇടണം. ഇനിയിപ്പോൾ ആയിട്ടില്ല. ഇനിയിപ്പോൾ 2 ട്രിപ്പും കൂടി വളം ഇതേപോലെ ചേമ്പ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇടണം. അന്നേരവും ഞാൻ കാണിച്ചു തരാം എത്ര പ്രാവശ്യം ഇടണം എന്നുള്ളത്. ഈ ചാക്കിലാകുമ്പോൾ നമ്മൾ കൊടുത്ത വളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെയല്ല നമ്മൾ പുറത്താണെങ്കിൽ ഇഷ്ടംപോലെ വളം അവർക്ക് തന്നെത്താൻ വലിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമായതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വളം ഇട്ട് കൊടുക്കണ്ട. എന്താ എന്താ ഇനിയിപ്പം ഇനി കൂടി ഇതിൻ്റെ വേണ്ടിയിട്ട് ഇതങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇത് നമുക്ക് ശരിക്കും അവിഞ്ഞതിന് വെള്ളവും കൂടി ഒഴിക്കുമ്പോഴേക്ക് ഇപ്പം നല്ലോണം വളമായില്ലേ. ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ നല്ല വളം വന്നില്ലേ. ഉണ്ടാ
അത് വളം ഇട്ടില്ലേ. ഇനിയിപ്പം നമുക്കിപ്പോൾ കുറച്ച് പൊടി ഇത് വായിട്ടിട്ടു. ഇനിയിപ്പോൾ കുറച്ച് ചീരയുണ്ട് നമുക്ക് പാവാൻ. അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ. എന്നിട്ട് പറയാം. കുറച്ച് ചീരയുണ്ട് പാവാനെ. അത് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ചീര കൂടി ഒന്ന് പായ നോക്കാമല്ലോ. ഇവിടെ കുറച്ച് ഒരു പാക്കറ്റ് ചീരയുണ്ട്. ഒരു ചുവന്നത് ഇന്നാൾ പായ ലേശം പച്ചച്ചീരയായിപ്പോയി ഞാൻ. അതുകൊണ്ട് നമുക്ക് ലേശം ചുവന്ന ചീര പാവാൻ ഇവിടെ ഈ കയ്യിൻ്റെ വണ്ടക്ക് പാട്ടെ. എന്നാൽ ഇത് കണ്ടോ, ഇവിടെ നനച്ച് വെച്ചിട്ട് ഞാൻ നേരത്തെ നനച്ച് വെച്ചിന്. എന്നുവെച്ചാൽ ചുള്ളി അടിച്ച് നല്ല ശരിക്കും ഒരു സെറ്റിലായി കൊടുത്തിട്ട്. പിന്നെ ഇത് ചുറ്റും അങ്ങ് ഈ ഒരു കവുങ്ങും കൂടി നല്ല വൃത്തിയായി നനിയല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം വെള്ളം അടിക്കാനൊന്നും തുടങ്ങിയില്ല. അതുകൊണ്ട് കവുങ്ങിനെയൊന്നും നല്ല ഉഷാറായിക്കോട്ട് എന്ന് വരുത്തിക്കാം. ഇത് കണ്ട ഇത്ര വരെ ആ ചീര അത് കണ്ട അത് ഏകദേശം പച്ചച്ചീരയായിപ്പോയി. അതുകൊണ്ട് നമുക്കിത് നല്ല ചുവന്ന ചീര എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ടുള്ളത് സ്വകാരിക്കും. അല്ലെങ്കിൽ എപ്പം വാങ്ങുന്നാൾ അങ്ങനെ പറ്റിക്കൂല. നമ്മൾ ഇതിനൊക്കെ പച്ചയായിപ്പോയി എന്നിട്ട് ചുവന്ന ചീര തന്നെ തന്നി. അതുകൊണ്ട് ഇവിടെ നമുക്കിതിൻ്റെ മണ്ടക്കൊന്ന് ഇതിന് മരത്തിലുള്ള ചോട്ടിലൊന്നും ആക്കി നോക്കാമല്ലോ. ചുവന്ന ചീരയാണെന്ന് കണ്ടില്ല. നമ്മളിപ്പം പായിട്ട് നല്ല നട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചുവചൊവ്വുണ്ടാവും. നല്ല രസമുണ്ടാവും കാണാൻ. അന്ന് നമ്മൾ ദൂരെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാം കവിൻ്റെ ഇടയ്ക്കെല്ലാം പൊരിച്ച് നട്ടാലേ നല്ല കാണാൻ നല്ല രസമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നാളെ ചുവന്ന ചീര വെച്ചാൽ നട്ടിന്. പിന്നെ പച്ചച്ചീര അതിനെ പൊരിച്ച് നട്ടിട്ടില്ല അധികം. അതവിടെ വളർന്നു പോയി. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നടാം. ഇത് പൊരിച്ച് നടാം. ഇത് ചുവന്ന ചീരയാണെന്നാണ് പറഞ്ഞത്. ചുവന്ന ചീര അങ്ങ് പൊടിച്ച് വന്നാൽ തിരിയല്ല. ഇത് നമുക്ക് ഇത് പൊരിച്ച് നടാം. നല്ല വൃത്തിയിൽ പൊരിച്ച് നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നല്ല ചുവന്ന ചീരയാണെന്ന് കണ്ടില്ല. നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നിങ്ങൾ നോക്കുമ്പേ നല്ലൊരു ഭംഗിയാണ്. നടണമെന്നുണ്ട്. എനിക്ക് കഴിയാതെ കൊണ്ട് എത്ര വരെ ആരോഗ്യം സമ്മതിക്കുന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എത്തുന്നിടത്തോളം എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കളിക്കുന്നു. നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ വെളുത്ത് തട്ടി വൃത്തിയാക്കിയേ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വളം ഉണ്ട് അവിടെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ പൊടിവളം ഇട്ടേ. ഇനിയിപ്പോൾ ഈ പൊടിവളം ഇട്ട് കൊടുത്തിട്ട് ഇത് കണ്ട ഇത് വാരി ഇതാണ് പൊടിവളം. ഇത് കണ്ട ഇത് വാരി ഇട്ട് കൊടുക്കട്ടെ. ഒരുപോലെ കണ്ടില്ലേ. കണ്ടില്ലേ. ഇത് ചുറ്റും കതിൻ്റെ ചുറ്റും തന്നെയാണ് വായന്. എന്നാലേ ഒരു പാക്കറ്റ് കുരു ഉണ്ട്. ആ ഒരു പാക്കറ്റ് കുരു ഇതിന് ചുറ്റും തന്നെ പാവാല. അതിന് വേണ്ടിയിട്ടാ. എന്താ ഇത് എനിക്ക് ഇളക്കി കൊടുക്കട്ടെ. ഇങ്ങനെ വളവിട്ടിട്ടെല്ലാം ഒരുപോലെ കല്ലുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടി കളിയട്ടെ. എന്നാലേ അല്ലെങ്കിൽ ഉള്ളിൽ ആയിപ്പോയാലും വിഷമം. ഇപ്പോൾ ഇങ്ങനെല്ലാം ഒരുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇപ്പം പന്നി വെച്ചപ്പോൾ ഒന്നൊന്നും അറിയില്ല. പന്നി വന്നു തുടങ്ങി. അതുകൊണ്ട് എനിക്കിപ്പോൾ പേടിയാവുന്നുണ്ട്. പണി എടുത്തിട്ട് എൻ്റെ വെറുതെ ആയിക്കളിയാ പന്നിയൊന്നുമില്ല. ഇതാണ് ചീര. ഇത് ചീര വിത്താന്നേ. ഇതാണ് ചീര വിത്ത്. ഇതൊന്ന് പായി കൊടുക്കാമല്ലോ നമുക്ക്. അതേപോലെ പായൽ നല്ല വൃത്തിയിൽ പൊടിച്ചിന്. അതിനിടയ്ക്കത്തെ നല്ല ലെവലിൽ ദൂരെ അകന്നിട്ട് തന്നെ പൊടിച്ചിന്. അതേപോലെ തന്നെ ഇത് ഇട്ടിട്ട് നല്ല ലെവലായിട്ട് കിട്ടീനി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ തന്നെ ഇടാൻ വെച്ചത്. അത് മാത്രമല്ല ഈ ചുവന്ന ചീരയൊക്കെ ഉരുവാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നല്ല ഇപ്പോൾ പച്ചച്ചീര ആയതുകൊണ്ട് കൊടുക്കാനും നമുക്കിപ്പോൾ പറിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ പറ്റൂല. അതാണ് വിഷമം. പൂരിയെല്ലാം കൊടുക്കേണ്ടി അല്ല. പിന്നെ ആരിക്കായാലും കൊടുക്കുന്ന നല്ല പച്ചച്ചീര എടുക്കും. പക്ഷേ എന്നാലും ചുവന്ന ചീരേനെ പോലെ
വൃത്തി ഉണ്ടാവില്ല, കാണാൻ നല്ല രസം ഉണ്ടാവില്ല. നല്ല രുചി പച്ചച്ചീരയാണ്, നല്ല രസമാണ് പച്ചച്ചീര, നല്ല രസം തന്നെയാണ്. ഇടട്ടെ, ഇട്ടിരട്ടെ. ഇതിങ്ങനെ പൊടിഞ്ഞിട്ടാൽ മതി. ഞാൻ പിന്നെ എല്ലാവരും റവയോ നുറുക്കരിയോ എന്തെങ്കിലോ വാരി ഇടും പോലെ, ഞാൻ അതൊന്നും വാരി ഇടില്ല. ഞാൻ എൻ്റെ കൈക്ക് വന്ന പോലെ കൈയോട് ഇങ്ങനെ ഒരുപോലെ കൈമേലിട്ടിട്ട് പൊടിക്കും. എന്നാൽ ഒരു വിസ്റ്റിക്ക് ഇതുവരെ പൊടിക്കലും ഇല്ല. അതിപ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾ പൊടിച്ചത് ഒരേ ലെവലിൽ പൊടിച്ച് വരുമെങ്കിൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കും. പിന്നെ എന്താ മണ്ണിൻ്റെ ഉള്ളിലായിക്കോളും, ഇങ്ങനെ ഇളക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്ത എൻ്റെ കൈയോട് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതല്ലേ, ഇന്നൊന്നുമില്ല, എല്ലാം കൂടെ ഒരുപോലെ ഇരിക്കും, ഒറ്റപ്പൊടി മിസ്റ്റേക്കാവില്ല. കേട്ടോ, നല്ലോണം വെള്ളം നനവുണ്ട്, നേരത്തെ നനച്ച് വെച്ചതുകൊണ്ട് വെള്ളം നനക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ചീര നേരത്തെ ഞാൻ ആ ചേമ്പിന് നട്ടിട്ട് ചേമ്പ് പിന്നെ അതിൽ കുറച്ച് വളവും ഇതും ചപ്പും എല്ലാം കരിയില്ലേ എല്ലാം ഇട്ടിട്ട് ആദ്യം ഒരു ട്രിപ്പ് നിറച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അതും അവിടെ ലെസ്സായിട്ടുണ്ട്. ഇനിത്തേന് ആദ്യം ഒരിക്കൽ കൂടി നടക്കണം. ഇപ്പോൾ ആ ചീരയും പാവി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തേത് ഇരിക്കട്ടെ. ഇന്നത്തെ നിങ്ങൾ കണ്ടല്ലോ, ചീര പാവിയത് കണ്ടു. പിന്നെ ആ ചേമ്പിന് വളമിട്ട് കൊടുക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി ആദ്യത്തെ വളമിട്ട് നട്ടു, രണ്ടാമത്തെ വളം കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 2 അട്ടിയും കൂടി വളം കൊടുക്കണം. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുക്കേണ്ടത്. തോലും വെച്ച് വളവും ഇനി പച്ചത്തോല് വെച്ചിട്ടാണ്. ഇനി കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പച്ചത്തോല് വെച്ചിട്ടാണ് വളം ഇട്ട് കൊടുക്കുക. ഇപ്പം ഇങ്ങനെയായി ചീര വായിട്ടിട്ട് ഇനി അത് നിങ്ങൾ പൊടിച്ചിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് പറിച്ചിടുന്നത് കാണിച്ചു തരാം. ചുവന്ന ചീര നട്ടെന്ന് ഇനിയിപ്പോൾ ഞാൻ പറയാനുള്ള വെച്ചാൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കമൻറ്റും പിന്നെ ലൈക്കും പിന്നെ എല്ലാം കേൾക്കുമ്പോൾ കമൻറ്റിൽ ഓരോരാളും അമ്മയെന്നുള്ള വിളിയും അല്ല ഓരോരാളും അമ്മ എന്നുള്ള ആ ഒരു സ്നേഹത്തോടുള്ള വിളി ഓരോരാളെ കമൻറ്റും കേൾക്കുമ്പോൾ ഓരോന്നും ചോദിക്കുമോ ഇങ്ങനെ ആരോഗ്യം ഉണ്ടാവട്ടെ എല്ലാവരും പ്രാർത്ഥനയും കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല എന്നും ഇത് ചെയ്യണം, എന്നും പോരാ, കൃഷി ചെയ്തത് പോരാന്നുള്ളൊരു ആരോഗ്യം വേണം എന്നുള്ളൊരു ഇത് വരുന്നത്. ആരോഗ്യം എനിക്ക് സമ്മതിക്കുന്നിടത്തോളം കാലം ഞാൻ എണീറ്റ് തലക്ക് പൊതുന്നിടത്തോളം കാലം ഞാൻ കൃഷി ചെയ്യുകയും ചെയ്യും, ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലും ഞാനതൊന്ന് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പറയേണ്ട ഒരാവശ്യമില്ല, നിങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒന്നും പറയണ്ട, ലൈക്ക് ചെയ്യാനും പറയണ്ട, ഒന്നും വേണ്ട, എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് കൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാനത് വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നതിന് വെച്ചാലും വേണ്ടാന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ കാണാം. നമുക്ക് വീണ്ടും കാണാം. നന്ദി.